Fourier series ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ കിട്ടാറുണ്ട്. ഇൻ്റർവെൽ പലതും വരാം. 0,2π എന്നുള്ള ഇൻ്റർവെല്ലാണ് ഞാനിന്ന് ചെയ്യുന്നത്. എക്സാമിന് പക്ഷേ അത് 0,π എന്ന് ചോദിക്കാറുണ്ട്, -π, എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. പക്ഷെ ഞാനിവിടെ 0,2π എന്നുള്ള ഫോമിൽ ഈ പ്രോബ്ലം ചെയ്യുവാണേ. ഫൈൻഡ് Fourier സീരീസ് ഓഫ് f of x is equal to x sin x in the interval 0 less than x less than 2π. ഓക്കെ, നമ്മൾ ആദ്യം എന്താ ചെയ്യുക? പീരീഡ് നോക്കും. പീരീഡ് എത്രയാണ് ഇവിടെ? 2π - 0 അല്ലേ? 2π - 0. അപ്പോൾ 2m is equal to 2π എന്ന് വന്നു. 2ഉം ക്യാൻസൽ ആകുമ്പോൾ m equal to എന്ത് കിട്ടി? പൈ കിട്ടി. Therefore Fourier series f of x is equal to a0/2 plus summation n equal to 1 to infinity an into cos n pi by m. m എന്ന് പറയുന്ന പൈ ആവുമ്പോൾ അത് cos nx എന്നാവും. പ്ലസ് സമ്മേഷൻ n equal to 1 to infinity bn into sin n pi by m. എമ്മിൻ്റെ സ്ഥാനത്ത് പൈ കൊടുക്കുമ്പം അതെന്ത് വരും? bn into sin nx എന്ന് വരും. വെയർ a0 is equal to ഫോമുല എന്തുവാണ്? 1/m into integral c to c plus 2m f of x dx. നമ്മുടെ ഇവിടുത്തെ m എന്തെന്നാ കിട്ടിയത്? പൈ എന്നാ കിട്ടിയത്. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 1/π into integral 0 to 2π f of x എന്ന് പറയുന്നത് x into sin x dx. ഓക്കെ, നോക്കിക്കേ, നമുക്ക് x into sin x പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻ വന്നു. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പോളിനോമിയലാണ്, രണ്ടാമത്തെ ഫംഗ്ഷൻ ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ്. അപ്പോൾ UV മെത്തേഡ് അല്ലെങ്കിൽ നമ്മുടെ ബെർണോളിസ് ഫോമുല യൂസ് ചെയ്യണ്ടേ? ബെർണോളിസ് ഫോമുല യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? 1/π into ഫസ്റ്റ് ഫംഗ്ഷൻ സ്മോൾ ബ്രാക്കറ്റിനകത്ത് x, സൈനിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ -cos x, അത് ഞാൻ ക്ലോസ്ഡ് ബ്രാക്കറ്റിനകത്ത് എഴുതി. അടുത്ത ടേമിന് ഫ്രണ്ടിൽ മൈനസ് സൈൻ ഇട്ടു. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു -cos x-ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ -sin x. ലിമിറ്റ് ഈസ് ഫ്രം 0 to 2π. ഓക്കെ, ലിമിറ്റ് അപ്ലൈ ചെയ്യുവാണേ. അപ്പോൾ 1/π ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നോക്കിക്കേ, -2π ഇൻറ്റു cos 2π. cos 2π എന്തുവാണ്? കോസിൻ്റെ കൂടെ ഈവൻ നമ്പർ വന്നാൽ അത് 1 ആണ്. സൈനിൻ്റെ കൂടെയാണ് പൈ വരുന്നതെങ്കിൽ അത് എന്തുവാണ്? 0 ആണ്. നമുക്കറിയാമെന്നുള്ള സാധനം. സോ എന്തുവാ? -2π ഇൻറ്റു ഓക്കെ മൈനസ് ഓഫ് മൈനസ് sin 2π എന്ന് വരുമ്പോൾ അത് എന്താവുകയാണ്? +0. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നോക്കിക്കോളെ, എക്സിന് 0 വരുമ്പോൾ ഈ ടേം 0 വരുന്നുണ്ട്, sin 0യും 0 ആണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ എന്താ കിട്ടുന്നത് നമുക്കിവിടെ? നമുക്ക് a0 is equal to 2πയിലെ പൈയും ഈ പൈയും പോകുമ്പം a0 is equal to -2 എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കിക്കേ, an ഫൈൻഡ് ചെയ്യണം. an ഫൈൻഡ് ചെയ്യേണ്ട ഫോമുല എന്തുവാണ്? 1/m ഇൻറ്റു ഇൻ്റഗ്രൽ c to c plus 2m f of x ഇൻറ്റു cos nx dx. ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്, ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കാം. എമ്മിന് പൈ കൊടുക്കുമ്പം 1/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π f of x-ൻ്റെ സ്ഥാനത്ത് x ഇൻറ്റു sin x ഇൻറ്റു cos nx dx. ഓക്കെ, നമുക്ക് രണ്ട് ഫംഗ്ഷൻ വന്നാലല്ലേ ബെർണോളിസ് ഫോമിൽ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ എത്ര ഫംഗ്ഷൻ ഉണ്ട്? എക്സ് ഉണ്ട്, സൈൻ എക്സ് ഉണ്ട്, കോസ് എൻ എക്സ് ഉണ്ട് അല്ലേ? ഇങ്ങനത്തെ പ്രോബ്ലം വരുവാണെങ്കിൽ ട്രിഗണോമെട്രികളെല്ലാം ഒന്നിച്ച് നമ്മൾ നിർത്തും, പോളിനോമിയലിനെ മാറ്റി നിർത്തും. അപ്പോൾ ഈ കോസ് എൻ എക്സ് ഇൻറ്റു സൈൻ എക്സിൽ പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിനാണ് ഞാൻ ഇങ്ങനെ പറയണത്. ഇങ്ങനെ റൂൾ ഉണ്ടോ എന്ന് എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചാൽ റൂളൊന്നും ഇല്ല. നമുക്ക് ചെയ്യുമ്പോൾ തെറ്റാണ്ടിരിക്കാനാണ് ഞാൻ എന്തെങ്കിലും സ്റ്റെപ്പ് പറയുന്നത്. ഓക്കെ, ഞാൻ എൻ എക്സ് ഉള്ള ആളെ എപ്പോഴും ആദ്യം എഴുതും കോസ് എൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് എന്ന് എഴുതി. കാരണം എനിക്കൊരു ഫോമുല ഉണ്ട്, cos a sin b is equal to 1/2 into sin a plus b minus sin a minus b എന്ന് അല്ലേ? ഈ ഫോമുല അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എഴുതിയത്. ദിസ് ഇസ് ഈക്വൽ ടു 1/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π x ഇൻറ്റു 1/2 ഇൻറ്റു ശ്രദ്ധിക്കുക sin a plus b. a എന്ന് പറയുന്നത് nx, b എന്ന് പറയുന്നത് x. രണ്ടിടത്തുനിന്ന് x കോമൺ ആയിട്ട് എടുക്കുമ്പം n+1 ഇൻറ്റു എക്സ്. അപ്പോൾ sin n+1 x മൈനസ് ഓഫ് sin a മൈനസ് b എന്ന് പറയുമ്പം sin n-1 x dx. ഓക്കെ, ഇതിൽ 1/2 പുറത്തേക്ക് എടുക്കുമ്പം 1/2π ഇൻറ്റു ഇത് നോക്കിക്കേ, എക്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ഫംഗ്ഷൻ, ഈ ബ്രാക്കറ്റ് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ സെക്കൻഡ് ഫംഗ്ഷൻ. ബെർണോളിസ് ഫോമുലയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ സ്മോൾ ബ്രാക്കറ്റിനകത്ത് ഇട്ടു. സൈനിൻ്റെ ഇൻ്റഗ്രൽ എന്താ? -cos n+1 x by n+1 മൈനസ് ഓഫ് സൈനിൻ്റെ ഇൻ്റഗ്രൽ -cos വരുമ്പോൾ ഇത് +cos n-1 x by n-1. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഫസ്റ്റ് ടേം ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1
into integral of second bracket. Cosന്റെ integral എന്തുവാണ്? സൈൻ ആണ്. ഈ മൈനസ് സൈനും കൂടി ചേർന്ന് മൈനസ് സൈൻ n plus 1 x by n plus 1 ഈ n plus 1 കൂടി ചേർന്ന് n plus 1 the whole square പ്ലസ് കോസിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ സൈൻ n minus 1 x by n minus 1 ഈ n minus 1 കൂടി ചേർന്ന് n minus 1 the whole square. ലിമിറ്റ് ഈസ് ഫ്രം 0 to 2π. അടുത്ത് ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവുകയാണേ. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ കോസിൻ്റെ സ്ഥാനത്ത് എക്സിൻ്റെ സ്ഥാനത്താണ് ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുവാണ്. 1/2π ഇൻറ്റു ഇസ് ഈക്വൽ ടു 1/2π ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് അപ്പർ ലിമിറ്റ് കൊടുക്കാൻ പോവാണ്. എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കും? 2π ഇൻറ്റു പിന്നെ ഈ ഒരു പ്രോബ്ലം ആയതുകൊണ്ട് ഞാൻ എക്സിന് ലിമിറ്റ് കൊടുത്ത് എഴുതി കാണിച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് പറഞ്ഞുതരാവേ. എക്സിൻ്റെ സ്ഥാനത്ത് 2π കൊടുക്കുമ്പോൾ മൈനസ് കോസ് n plus 1 ഇൻറ്റു 2π. ആ 2വിനെയാണ് ഞാൻ 2 ഇൻറ്റു n plus 1π ബൈ n plus 1 എന്ന് എഴുതി. പ്ലസ് കോസ് n minus 1 2π എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലസ് കോസ് 2 ഇൻറ്റു n minus 1π ബൈ n minus 1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അടുത്ത് നോക്കിക്കോണേ. മൈനസ് ഓഫ് മൈനസ് 2 ബ്രാക്കറ്റിനകത്ത് മൈനസ് സൈൻ 2 ഇൻറ്റു n plus 1π ബൈ n plus 1 the whole square. അടുത്ത പ്ലസ് സൈൻ n minus 1 നടക്കുന്നത്. അപ്പോൾ പ്ലസ് സൈൻ n minus 1 2π ബൈ n minus 1 the whole square. അപ്പർ ലിമിറ്റ് കഴിഞ്ഞു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പർ ലിമിറ്റിൻ്റെ ബ്രാക്കറ്റാണ് ക്ലോസ് ചെയ്തത്. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നോക്കിയാൽ എക്സിൻ്റെ സ്ഥാനത്ത് 0 ഇൻറ്റു കോസ് എന്തായി പോവും? 0 ആയി പോവും. അടുത്ത് നോക്കിക്കോളേ. പ്ലസ് ഈ മൈനസാണ്, മൈനസ് കൂടെ പ്ലസ് സൈൻ 0 ഇവിടെയും സൈൻ 0 സോ ലോവർ ലിമിറ്റ് വരുമ്പോൾ എന്താ വരിക? രണ്ട് ടേമും 0 ആയി പോവാണ്. അപ്പോൾ ഇത് രണ്ടും മാത്രം ബാക്കിയുള്ള. ഇവിടെ നമുക്കൊരു കാര്യം അറിയാം, സൈൻ പൈ എന്തുവാണ്? സൈൻ പൈ 0 ആണ്. അപ്പോൾ സൈൻ നോക്കിക്കേ 2 ഇൻറ്റു n plus 1π എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? 0. സൈൻ n പൈ എന്ന് പറഞ്ഞാൽ എന്താ? 0 ആണ്. അപ്പോൾ എന്നിന് പകരം 2 ഇൻറ്റു n plus 1 എന്ത് പൈ വന്നാലും 3π വന്നാലും 4π വന്നാലും 5π വന്നാലും ഈവൻ നമ്പർ വന്നാലും എന്ത് വന്നാലും അത് 0 ആണ്. സോ ഇയാൾ 0 ആയി പോകും, ഇയാളും 0 ആയി പോകും. കോസ് n പൈ എന്താണെന്ന് നമുക്കറിയാം. കോസ് n പൈ ഈക്വൽ ടു -1 the whole power n ആണെന്നറിയാം. അപ്പോൾ അതുപോലെ തന്നെ കോസ് 2n പൈ എന്ന് പറഞ്ഞാൽ -1 the whole raised to 2n എന്നെടുക്കും. കാരണം ഇവിടെ ഈവൻ നമ്പർ ആയത് കാരണം അത് 1 ആണെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ അതേപോലെ ഇവിടെ 2 ഇൻറ്റു n plus 1 is an even number. ഈവൻ നമ്പർ വന്നത് കാരണം ഇത് എന്തായി പോകും? 1. 2 ഇൻറ്റു n minus 1 ഒരു ഈവൻ നമ്പറാണ്. അപ്പോൾ കോസിൻ്റെ കൂടെ ഈവൻ നമ്പർ പൈ എന്ന് വന്നാൽ അതിൻ്റെ ആൻസർ 1 ആണ്. ഓഡ് നമ്പർ എന്ന് പറഞ്ഞിട്ട് പൈ വരുമ്പോൾ അതിൻ്റെ ആൻസർ -1 ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇത് രണ്ടും 1 എന്നായത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ വരിക? ഈ 2πയും 2πയും ക്യാൻസലായി പോയി. ബാക്കി ഇനി എന്തേ ഉള്ളൂ? -1/n plus 1 പ്ലസ് 1/n minus 1. ഇത്രയും ചെറിയ ടേമാണ് വന്നത്. ഇനി നിങ്ങൾ എൽ സി എടുക്കുവാണെങ്കിൽ ഡിനോമിനേറ്ററിൽ n plus 1 ഇൻറ്റു n minus 1. ന്യൂമറേറ്റർ എങ്ങനെ വരും? -n minus 1 പ്ലസ് n plus 1 എന്ന് വന്നു. ഓക്കെ, ഈ മൈനസ് അകത്തേക്ക് എടുക്കുമ്പോൾ ഇത് -n plus 1 പ്ലസ് n പ്ലസ് 1 ബൈ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഫോം. a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്ന് പറഞ്ഞാൽ a² മൈനസ് b² ആണ്. അതനുസരിച്ച് ഡിനോമിനേറ്റർ n² മൈനസ് 1² ദാറ്റ് ഈസ് n² മൈനസ് 1 എന്ന് വരും. ന്യൂമറേറ്ററിലെ -n പ്ലസ് n ക്യാൻസലായി പോകുമ്പോൾ ആൻസർ എന്താ പറയുന്നത്? 2/n² മൈനസ് 1 വെയർ n നോട്ട് ഈക്വൽ ടു 1. അതെന്തിനാണ് ഞാൻ അങ്ങനെ എഴുതിയേ? കാരണം നോക്കി പറഞ്ഞുതരാം. നമ്മൾ എന്താ ഇപ്പോൾ എഴുതാൻ പോകുന്നത്? ഫൊറിയർ സീരീസ് എഴുതാൻ പോകുന്നത് അല്ലേ? ഫൊറിയർ സീരീസിൻ്റെ ഫോമിൽ എങ്ങനെ തുടങ്ങിയിരിക്കുന്നത്? സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി. അവിടെ an-ൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ കിട്ടിയ ആൻസർ 2/n² മൈനസ് 1 കൊണ്ട് കൊടുത്തിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താ? കോസ് nx എന്ന് എഴുതി വെച്ചോളൂ. n ഈക്വൽ ടു 1 ആകുമ്പോൾ ഇത് എന്ത് വരും? 2/0 എന്ന് വരും. n നമ്പർ ബൈ 0 എന്തുവാ? ഇൻഫിനിറ്റിയാണ്. ഫൊറിയർ സീരീസ് മൊത്തത്തിൽ എന്തായി പോകും? ഇൻഫിനിറ്റി ആയി പോകും. അപ്പോൾ അത് പറ്റുമോ? എനിക്ക് ഇൻഫിനിറ്റി വന്ന് എനിക്ക് ഫൊറിയർ സീരീസ് ഫൈൻഡ് ചെയ്യാൻ പറ്റുമോ? ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ n ഈക്വൽ ടു 1-ന് ഇത് പോസിബിൾ അല്ല. ഇവിടെ n² മൈനസ് 1 വന്നാൽ n ഈക്വൽ ടു 1-ൻ്റെ കേസിൽ അത് പറ്റില്ല. n നോട്ട് ഈക്വൽ ടു 1 വരുമ്പോൾ മാത്രമേ ഇത് പറ്റത്തുള്ളൂ. അപ്പോൾ ഫൊറിയർ സീരീസിൻ്റെ സമ്മേഷൻ n ഈക്വൽ ടു ഏത് മുതലുണ്ട്? n ഈക്വൽ ടു 1 മുതലുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ശരിയാവുക? n ഈക്വൽ ടു 1 എവിടെ പോയി? അത് കണ്ടുപിടിക്കണ്ടേ? നമ്മുടെ an-ൻ്റെ ഫോമിൽ എന്തുവായിരുന്നു? an is equal to 1/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π f of x ഇൻറ്റു കോസ് nx dx. അപ്പോൾ ഇനി പറ, n ഈക്വൽ ടു 1 ആകുമ്പോൾ an എന്നുള്ളത് എന്താവും? ഈ ഫോമിലേ നോക്കി പറ. a1 is equal to 1/π ഇൻറ്റു
integral 0 to 2 pi f of x എന്ന് പറഞ്ഞാൽ x into sin x into cos nx n equal to 1 ആകുമ്പോൾ എന്താവും cos x dx. ഓക്കെ, അപ്പോൾ ഇതേപോലെ n not equal to 1 എന്ന് പറഞ്ഞാൽ ഇത് ഡിനോമിനേറ്റർ ഞാനിവിടെ നോട്ടായിട്ട് അത് എഴുതി തരുവാണ്. നമ്മൾ a n o b n o ഫൈൻഡ് ചെയ്യുമ്പോൾ in finding a n and b n, a n or b n, if denominator has n square minus 1 or 1 minus n square, then write n not equal to 1 and find a1 and b1. a1 ഫൈൻഡ് ചെയ്യണം, അതുപോലെ b1 ഫൈൻഡ് ചെയ്യണം. സപ്പോസ് ഈ പ്രോബ്ലത്തിനകത്ത് bn ഫൈൻഡ് ചെയ്യുമ്പോൾ 0 ആയി പോവുക ചെയ്യണം. പക്ഷെ നമ്മൾ ആ കേസിൽ b1 കൂടെ ഫൈൻഡ് ചെയ്യണം. ഇതൊരു റൂളാണ്, ഇതിങ്ങനെ ഓർത്ത് വെച്ചേക്കണം. ഈ ഒരു കാര്യം കൊണ്ടാണ് ഈ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആയി മാറുന്നത്. ഇങ്ങനെ ഒരു കാര്യം വരുന്നത് n not equal to 1 എന്ന് എഴുതേണ്ടി വരുന്നത്. അപ്പോൾ ഓർമ്മിക്കുക, n square minus 1, ഇപ്പോൾ ആരെങ്കിലും വിചാരിക്കുക n square minus 4 എന്ന് വന്നാൽ n equal to 2 not equal to 2 എന്ന് എഴുതണം. പക്ഷെ അങ്ങനത്തെ പ്രോബ്ലം നമുക്ക് വരാറില്ല. നമുക്ക് വന്നാൽ n minus 1 എന്നുള്ള കേസ് വരെ വരാറുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ആ കേസിനെ കുറിച്ച് പറയുന്നത്. ഈ ഒരു കേസ് മാത്രം എടുത്ത് പറയണം. അപ്പോൾ n not equal to 1 വരുമ്പോൾ n square minus 1 അവിടെ ഇങ്ങനെ എഴുതണം n not equal to 1 എന്ന് പറഞ്ഞിട്ട് എന്തുകൂടെ ഫൈൻഡ് ചെയ്യണം, a1 ഫൈൻഡ് ചെയ്യണം. ഇത് മാത്രമല്ല, ഇവിടെ തീരില്ല, bn നമ്മൾ ഫൈൻഡ് ചെയ്തതിന് ശേഷം b1 കൂടെ ഫൈൻഡ് ചെയ്യും. അതാണ് ഞാൻ ഇവിടെ എഴുതി തന്നേക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രോബ്ലം എപ്പോഴും നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് 0,2 പൈ അല്ലെങ്കിൽ -π,πയിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ a1ൻ്റെ ഫോമിൽ എങ്ങനെ എഴുതണമെന്ന് ഞാൻ പറഞ്ഞു. a1ൻ്റെ ഫോമിൽ കാണാതെ പഠിക്കേണ്ട. a-ൻ്റെ ഫോമിൽ എഴുതി വെച്ചേക്കുന്നതിനകത്ത് n-ന് 1 കൊടുത്ത് a1 equal to എന്ന് പറഞ്ഞ് എഴുതി. ഇപ്പം നോക്കിക്കേ, sin theta cos theta is equal to sin 2 theta by 2 അല്ലേ. 2 sin theta cos theta എന്ന് പറഞ്ഞാൽ sin 2 theta. ഇവിടെ 2 ഇല്ലാത്തത് കാരണം ഇതിന് അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതാം, 1/π into integral 0 to 2 pi x into sin 2x by 2. ആ 2-നെയാണ് ഞാൻ ഫ്രണ്ടിൽ എഴുതിയത്, into dx. ഇനി നമ്മൾ ബെർണോളിസ് ഫോമിൽ യൂസ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ 1/2π into ഫസ്റ്റ് ഫംഗ്ഷൻ x into സൈനിൻ്റെ ഇൻ്റഗ്രൽ minus cos 2x by 2. ഓക്കെ, മൈനസ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു കോസിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ 2x by 2, ഈ 2 കൂടെ ചേർന്നിട്ട് അത് 4 ആയി. ലിമിറ്റ് എന്ന് പറയുന്നത് എന്താ, 0 to 2π. ലിമിറ്റ് ഒന്ന് അപ്ലൈ ആവോ, 1/2π ഇൻറ്റു ബ്രാക്കറ്റ് ഇട്ടു, അപ്പർ ലിമിറ്റ് കൊടുക്കുവാണ്, അതിൻ്റെ ബ്രാക്കറ്റ് എടുത്തിട്ട് എക്സിന് 2π വരുമ്പം മൈനസ് 2π ഇൻറ്റു കോസ് 4π എന്ന് വരുന്നുണ്ട്. എക്സ് 2 ഇൻറ്റു 2π കോസ് 4π. കോസ് 4π എന്ന് പറഞ്ഞാൽ എന്താ, 0 ആണ്. കോസ് 4π ഈസ് ഈക്വൽ ടു, സോറി, കോസ് 4π എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ കോസ് 4π 1 ആവുമ്പം 1/2 എന്ന് വരുന്നുണ്ട്. ഓക്കെ, ഇൻറ്റു 1/2. എന്താ അങ്ങനെ അത് 1/2 വന്ന് കോസ് 4π ഈക്വൽ ടു 1. മൈനസ് ഓഫ് മൈനസ് പ്ലസ് വരുന്നുണ്ട്, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം സൈൻ 4π എന്നാണ് വരുന്നത്. സൈൻ 4π എന്തുവാണ്, 0 ആണ്. സോ ആ ടേം 0 ആയിപ്പോയി. മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പം 0 ഇൻറ്റു കോസ് വന്നാൽ 0, സൈൻ 0യും 0 ആണ്. അപ്പോൾ ലോവർ ലിമിറ്റ് പോയി കിട്ടി. 2πയും 2πയും ക്യാൻസലായി. സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് 1/2. a1 ഈക്വൽ ടു മൈനസ് 1/2 എന്ന് കിട്ടി. അപ്പോൾ ഓക്കെ ആണല്ലോ. നമ്മൾ സാധാരണ ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ് സൈൻ എക്സ് എന്ന് പറയുന്നത്. അതിനകത്ത് പക്ഷേ എ എൻ എന്നുള്ള സാധനം ഫൈൻഡ് ചെയ്തപ്പോൾ നമുക്ക് എന്തൊക്കെ ഫോമിൽ അവിടെ യൂസ് ചെയ്യേണ്ടി വന്നു. എ എൻ ഫൈൻഡ് ചെയ്തപ്പോഴേക്കും നമുക്ക് കോസ് എ സൈൻ ബി എന്നുള്ള ഫോമിൽ യൂസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ ഫോമിൽ യൂസ് ചെയ്ത് നമ്മൾ ബെർണോളിസ് ഫോമിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഡിനോമിനേറ്ററിൽ n² - 1 വന്നു. ഡിനോമിനേറ്ററിൽ n² - 1 വന്നാൽ n not equal to 1 എന്ന് എഴുതിയിട്ട് അവിടെ എന്തൊക്കെ ഫൈൻഡ് ചെയ്യണം, a1ഉം b1ഉം ഫൈൻഡ് ചെയ്യണം. നമ്മളിപ്പോൾ a1 മാത്രമേ ആയിട്ടുള്ളൂ, a1ൻ്റെ ആൻസറും കിട്ടി. ഇനി അടുത്ത് നമ്മൾ എന്താ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്, bn ആണ് ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. സോ bn is equal to, bnൻ്റെ ഫോമുല എന്തുവാണ്, bn is equal to 1/m into integral c to c plus 2m f of x into sin nx dx. Okay, that is equal to 1/π into integral 0 to 2π f of x എന്ന് പറഞ്ഞാൽ x into sin x into sin nx dx. സൈൻ എൻ എക്സ് ഉള്ള ടേമിന് എങ്ങോട്ടേക്ക് എഴുതണം, ഫസ്റ്റ് ടേം ആയിട്ട് എഴുതണം. ഞാൻ നേരത്തെ പറഞ്ഞതാണ് ട്രിഗണോമെട്രിയിൽ n ഉള്ള ടേമിന് നമ്മൾ ആദ്യത്തെ ടേം ആയിട്ട് എഴുതും. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 2π എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് എന്ന് എഴുതി. അപ്പോൾ നമുക്കറിയാം സൈൻ എ സൈൻ ബി ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി. Okay, that is equal to 1/π into integral 0 to 2π, integral 0 to 2π
എക്സ് ഇൻറ്റു നമ്മളതിൻ്റെ ഫോമുലയിൽ ഒരു എന്തുവാണ് 1/2 വരത്തില്ലേ, അപ്പോൾ ആ 1/2നെ ഞാൻ ഫ്രണ്ടിലേക്ക് എഴുതുവാണേ. 1/2 ഇൻറ്റു കോസ് എ മൈനസ് ബി, ഇവിടുത്തെ എന്തുവാണ് nx മൈനസ് എക്സ് എന്ന് പറയുമ്പം n-1 ഇൻറ്റു എക്സ് എന്ന് വരത്തില്ല, അപ്പോൾ അതാണ് കോസ് എ മൈനസ് ബി കോസ് n-1 ഇൻറ്റു എക്സ്. അടുത്തെന്താ വരണേ, മൈനസ് ഓഫ് കോസ് എ പ്ലസ് ബി. കോസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്തുവാണ്, കോസ് ഓഫ് n+1 ഇൻറ്റു എക്സ് ഡി എക്സ്. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സാധാരണ രീതിയിൽ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ദിസ് ഇസ് ഈക്വൽ ടു 1/2π ഇൻറ്റു ബെർണോളിസ് ഫോമിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ സ്മോൾ ബ്രാക്കറ്റിനകത്ത് ഇട്ടു. കോസിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്, സൈൻ n-1 എക്സ് ബൈ n-1 അല്ലേ, മൈനസ് ഓഫ് കോസ് n+1ൻ്റെ ഇൻ്റഗ്രൽ സൈൻ n+1 എക്സ് ബൈ n+1 ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇട്ടു. ആദ്യത്തെ ടേം പ്ലസ് ആയിട്ട് അടുത്ത ടേം എന്തുവാണ്, മൈനസ് ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ഇൻറ്റു നോക്കിക്കേ, സൈനിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്, മൈനസ് കോസ് n-1 എക്സ് ബൈ n-1 ഈ n-1 കൂടെ ചേർന്നത് n-1 ദ ഹോൾ സ്ക്വയർ ആയി. മൈനസ് ഓഫ് സൈനിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ആണ് വരുന്നത്, ആ മൈനസും ഈ മൈനസും കൂടെ പ്ലസ് കോസ് ഓഫ് n+1 എക്സ് ബൈ n+1 ഈ n+1 കൂടെ ചേർന്നത് n+1 ദ ഹോൾ സ്ക്വയർ എന്നായി. ലിമിറ്റ് ഈസ് ഫ്രം 0 to 2π. ഓക്കെ, നമ്മൾ ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോകണം. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം ദിസ് ഇസ് ഈക്വൽ ടു 1/2π ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുകയാണ്. അപ്പർ ലിമിറ്റ് എന്തുവാണ്, 2π. സൈനിൻ്റെ കൂടെ 2π വന്നാൽ അത് ഉറപ്പായിട്ട് എന്താണ്, 0 ആണ്. സോ ഫസ്റ്റ് ടേം എന്തായിപ്പോയി, 0 ആയിപ്പോയി. മൈനസ് ഓഫ് അടുത്ത ബ്രാക്കറ്റിനകത്ത് കോസിൻ്റെ കൂടെ 2n-1π, നേരത്തെ ഞാൻ പറഞ്ഞതാണ് കോസ് ഓഫ് 2 ഇൻറ്റു n-1π എന്ന് പറഞ്ഞാൽ 2 ഈവൻ നമ്പർ ആയതുകൊണ്ട് അതെന്താണ് 1 ആണ്. അതുപോലെ കോസ് ഓഫ് 2 ഇൻറ്റു n+1π എന്ന് വന്നാൽ അത് എന്ത് തന്നെയായിരിക്കും, 1 ആയിരിക്കും. സോ ഇത് രണ്ടും എന്തായും 1 ആവും. അപ്പോൾ ഈ മൈനസ് സൈൻ വെളിയിൽ കിടപ്പുണ്ട്, അകത്തുള്ളത് -1/n-1 ദ ഹോൾ സ്ക്വയർ എന്നും അതിൻ്റെ അടുത്ത ടേം എന്ന് പറയുന്നത് +1/n+1 ദ ഹോൾ സ്ക്വയർ എന്നും ആയി. അപ്പർ ലിമിറ്റ് കഴിഞ്ഞു. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുവാണ്. എക്സിന് 0 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം 0 ഇൻറ്റു എന്നാണ് പറയുന്നത്, സോ അത് 0 ആയി. കോസ് 0 എന്തുവാണ്, 1 ആണ്. സോ ഇത് മൈനസ് ഓഫ് -1/n-1 ദ ഹോൾ സ്ക്വയറും +1/n+1 ദ ഹോൾ സ്ക്വയർ എന്നും എഴുതി, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. തീർന്നിട്ടില്ല. ഈ മൈനസ് ഓഫ് മൈനസ് എന്താ, +1/n-1 ദ ഹോൾ സ്ക്വയറും മൈനസ് ഓഫ് മൈനസ് പ്ലസ് ഇൻറ്റു -1/n-1 ദ ഹോൾ സ്ക്വയറും ക്യാൻസൽ ആയി പോകും. 1/n+1 ദ ഹോൾ സ്ക്വയർ ഫ്രണ്ടിലൊരു മൈനസ് സൈൻ ഉണ്ട്, ഈ മൈനസ് അകത്തേക്ക് വരുമ്പോൾ ഈ മൈനസുമായിട്ട് ചേർന്നത് പ്ലസ് ആവും. ഇവിടെ ഒരെണ്ണം -1, സോ ഇത് രണ്ടും ക്യാൻസൽ ആവും. സോ bn ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി, bn ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഈവൻ bn 0 എന്ന് കിട്ടിയാലും നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യണം, b1 ഫൈൻഡ് ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റില്ല. b1 ഫൈൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രോബ്ലത്തിനകത്ത് anോ bnോ ഫൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുവാ ഡിനോമിനേറ്ററിൽ n² - 1 അല്ലെങ്കിൽ 1 - n² എന്ന് വന്നാൽ നമ്മൾ അവിടെ എന്ത് ഫൈൻഡ് ചെയ്യണം, അവിടെ നമ്മൾ a1ഉം b1ഉം ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രോബ്ലത്തിനകത്ത് an ഫൈൻഡ് ചെയ്തപ്പോൾ ഡിനോമിനേറ്ററിൽ n² - 1 വന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ a1 ഫൈൻഡ് ചെയ്തു. അത് മാത്രം പോരെ, b1ഉം ഫൈൻഡ് ചെയ്യണം. അങ്ങനെ ഓർത്ത് വയ്ക്കുന്നതാണ് നല്ലത്. കാരണം ഇവിടെ ഈ n-1 ഉള്ളതുകൊണ്ട് n = 1 എന്നുള്ള കേസിൽ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചെക്ക് ചെയ്യുന്നത് പ്രയാസമാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഓർത്ത് വയ്ക്കുക. എന്താ ഓർത്ത് വയ്ക്കുക, anോ bnോ ഫൈൻഡ് ചെയ്യുമ്പം നമുക്ക് എന്തുവാ ഡിനോമിനേറ്ററിൽ n² - 1 വരുമ്പം n ≠ 1 എന്ന് എഴുതിയിട്ട് എന്ത് ഫൈൻഡ് ചെയ്യണം, നമുക്ക് അവിടെ a1ഉം b1ഉം ഫൈൻഡ് ചെയ്യുക. അതിങ്ങനെ ഒരു എന്തുവാ ഒരു മന്ത്രം പോലെ ഇങ്ങനെ ഓർത്ത് വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് പ്രോബ്ലം വരുമ്പോൾ കറക്റ്റായിട്ട് ഓർത്ത് എഴുതാൻ പറ്റും. ഓക്കെ, ഈ പ്രോബ്ലത്തിന് വേറെ ലിമിറ്റ് ചോദിക്കത്തില്ല. ചോദിച്ചാൽ 0,2π അല്ലെങ്കിൽ -π ചോദിക്കത്തുള്ളൂ. പൈ വരുന്നത് ലിമിറ്റ് മാത്രമേ ചോദിക്കത്തുള്ളൂ. അപ്പം നമുക്കിനി b1 ചെയ്യാം. b1ൻ്റെ ഫോമുല എങ്ങനെയാണ്, ഇത് b1 നോക്കിയേ, bn-ന് വരെ b1. അപ്പോൾ ഈ ഫോമുല നോക്കി എഴുതുമ്പം 1/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π x ഇൻറ്റു sin x ഇൻറ്റു sin nx എന്നുള്ളത് എന്താവും, sin x dx എന്നാവും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു സൈൻ സ്ക്വയർ എന്ന് വരും അല്ലേ. ഇൻ്റഗ്രൽ 0 to 2π ഇൻറ്റു എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് dx. സൈൻ സ്ക്വയർ തീറ്റ എന്താണെന്നറിയോ, സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 - cos 2θ/2. അപ്പോൾ അതാണ് അവിടെ എഴുതാൻ പോകുന്നത്. ആ 1/2നെയാണ് ഇവിടെ 1/2π എന്ന് ആദ്യം എഴുതിയ. ഇൻ്റഗ്രൽ 0 to 2π എക്സ് ഇൻറ്റു 1 - cos 2x/2. 2 ഞാൻ പുറത്ത് എഴുതി, അതുകൊണ്ട് എഴുതുന്നില്ല, dx. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണേ. 1/2π ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് ആണ്, കോസിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ സൈൻ 2x/2 മൈനസ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു
ഇനി അടുത്ത് എന്താ, നമ്മൾ ഇതിനെ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് സൈൻ 2x ബൈ 2ൻ്റെ ഇൻ്റഗ്രൽ എന്തുവാണ്, മൈനസ് കോസ് ആണ്. അപ്പോൾ ഇത് പ്ലസ് കോസ് 2x ബൈ 4 എന്ന് വരും. ലിമിറ്റ് ഈസ് ഫ്രം 0 to 2π. ലിമിറ്റ് അപ്ലൈ ചെയ്യട്ടെ. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് 1/2π ഇൻറ്റു നോക്കിക്കേ, അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2π ഇൻറ്റു 2π അവിടെ 4π² വരുന്നുണ്ട്. സൈൻ 4π എന്ന് പറഞ്ഞാൽ 0 ആവുന്നുണ്ട്. ഓക്കെ, മൈനസ് ഓഫ് 2π ദ ഹോൾ സ്ക്വയർ, 4π² ബൈ 2 എന്ന് പറഞ്ഞാൽ 2π². കോസ് 2π എന്ന് പറയുമ്പോഴേക്കും എന്താണ്, കോസ് 2π എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ കോസ് 4π 1 ആണ്, 1/4 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുവാണ്. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം 0 ആവുന്നുണ്ട്. ഇവിടുത്തെ കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അത് പ്ലസ് 1/4. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇത് 0 ആയി പോവാണ്. മൈനസ് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് 1/4. ഓക്കെ, പ്ലസ് 1/4 മൈനസ് 1/4 ക്യാൻസലായി പോവും. ആൻഡ് ദ ആൻസർ ഈസ് ഈക്വൽ ടു V1 ഫൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ദിസ് ഈസ് ഈക്വൽ ടു നോക്കിക്കേ, this is equal to 1/2π into 4π² മൈനസ് 2π² കൂടെ 2π² എന്നാണ് വരുന്നത്. ഓക്കെ, π² പൈയും പോയി 2ഉം പോയി. സോ B1 is equal to π എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇവിടെ തീർന്നില്ല, നമുക്ക് ഇനി ഇതിൻ്റെ ആൻസർ എടുത്ത് എഴുതിയാലേ ആവത്തുള്ളൂ. നമ്മുടെ ഫോറിയർ സീരീസ് എന്തുവാണ്, f(x) is equal to a0/2 പ്ലസ് സമ്മേഷൻ n equal to 1 to infinity an into cos nx plus summation n equal to 1 to infinity bn into sin nx എന്നുള്ളതാണ് ഫോമുല. നമ്മൾ പക്ഷേ ഇവിടെ a1ഉം b1ഉം സെപ്പറേറ്റ് ആയിട്ട് ഫൈൻഡ് ചെയ്തുകൊണ്ട് ഇതിനെ a0/2 പ്ലസ് a1 ഇൻറ്റു കോസ് എക്സ്, അതെങ്ങനെയാണ് n equal to 1 ആവുന്ന ടേം പ്രത്യേകം എടുത്ത് എഴുതിയതാണ്. അപ്പോൾ ഇനി n equal to എന്ത് മുതലേ ഉള്ളൂ, സമ്മേഷൻ n equal to 2 to infinity an into cos nx എന്ന് വരും. n equal to 1 മാത്രം സെപ്പറേറ്റ് ആയിട്ട് എഴുതി. പ്ലസ് b1 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് സമ്മേഷൻ n equal to 2 to infinity bn into sin nx എന്ന് എഴുതി. a0 എന്ന് പറഞ്ഞാൽ എന്താ, a0 is equal to -2 ആണ്. -2/2 എന്ന് പറഞ്ഞാൽ -1 എന്ന് വന്നു. a1 എന്തുവാണ് നമുക്ക് ആൻസർ കിട്ടിയ, a1 is equal to -1/2. അപ്പോൾ അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, -1/2 cos x. ഓക്കെ, പ്ലസ് സമ്മേഷൻ n equal to 2 to infinity an എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്, an is equal to 2/n² - 1. 2/n² - 1. അവിടെ n not equal to 1 എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ n equal to 1 ഇവിടെ കൊടുത്തിട്ടില്ല കേട്ടോ. ഇൻറ്റു കോസ് nx, b1 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയത് പൈ ആണ്. സോ പൈ ഇൻറ്റു സൈൻ എക്സ്, bn എന്ന് പറഞ്ഞ് കിട്ടിയ ആൾ 0 ആണ്. സോ ലാസ്റ്റ് ആൻസറായി. ഈ പ്രോബ്ലം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ഈ എക്സ് സൈൻ എക്സ് എന്നുള്ള പ്രോബ്ലം, f(x) is equal to x sin x എന്നുള്ള ക്വസ്റ്റ്യൻ ലിമിറ്റ് 0,2π എന്നോ മൈനസ് π, π എന്നോ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഫൈൻ ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസ് എന്നോ കൊസൈൻ സീരീസ് എന്നോ പറഞ്ഞ് ലിമിറ്റ് 0,π. ഈ ഏതെങ്കിലും ഒരു ഇൻ്റർവെല്ലിൽ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ സാധാരണ ഈ പ്രോബ്ലം എന്തുവാ പഠിപ്പിക്കാറില്ല. ഇപ്പം നിങ്ങൾ പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ കഴിഞ്ഞൊരു പ്രാവശ്യത്തെ ഒരു ക്വസ്റ്റ്യനകത്ത് മോഡ് കോസ് എക്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് 10 മാർക്കിന് ചോദിക്കുവാണെങ്കിൽ 10 മാർക്ക് നമുക്കിത് സെയിം ക്വസ്റ്റ്യൻ ഇതേ ആൻസർ തന്നെ കിട്ടും. നമ്മളൊന്ന് എഴുതി പഠിച്ചിട്ട് പോയാൽ നമ്മുടെ ഭാഗ്യത്തിന് ഇത് തന്നെ ചോദിക്കുവാണെങ്കിലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ, ഇതൊരു സപ്ലി ക്വസ്റ്റ്യൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് f(x) = mod cos x. അത് നമ്മൾ എപ്പോഴും പഠിപ്പിച്ച് വിടുന്നതാണ് കുട്ടികളെ ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതുപോലത്തെ ഒരു ക്വസ്റ്റ്യനാണ് ഈ x sin x എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ. അതിനകത്ത് കുറേ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാനുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്ത് നോക്കുന്ന ക്വസ്റ്റ്യൻ എക്സാമിന് കിട്ടുകയാണെങ്കിൽ നമുക്ക് എക്സാം അത്ര ഈസി ആയിരിക്കും. ഓക്കെ, ഇത് നമ്മളെന്തുവാ ചെയ്ത് നോക്കിയിട്ട് തന്നെ പോവുക. ഇത് ഇങ്ങനത്തെ ഇൻ്റർവെല്ലിൽ മാറി മാറി ചോദിക്കാറുണ്ട്. ഒരു പ്രോബ്ലം പഠിച്ചു വെച്ചിരുന്ന വേറെ ഏത് ഇൻ്റർവെല്ലിൽ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളേ. ഫൈൻഡ് ഫൊറിയർ സീരീസ് ഓഫ് f(x) is equal to, ഞാൻ ക്വസ്റ്റ്യൻ മാത്രം എഴുതുന്നോളെ, f(x) is equal to e⁻x in the interval 0 < x < 2l. ഞാൻ 2l എന്നാണ് ഇവിടുത്തെ ഇൻ്റർവൽ എടുത്തേക്കുന്നത്. അപ്പോൾ പീരീഡ് എന്താ വരുന്നത്, പീരീഡ് is equal to 2l - 0. 2l - 0 എന്ന് പറഞ്ഞാൽ എന്താ, 2l. നമ്മുടെ പീരീഡ് ജനറൽ ഫോമുലയിൽ എന്തായിരുന്നു, 2m. അപ്പോൾ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ 2ഉം 2ഉം ക്യാൻസൽ ആകുമ്പോൾ m is equal to എന്ത് കിട്ടി, m equal to l എന്ന് കിട്ടി. നമുക്ക് ഇതിനെ കൊണ്ടൊന്ന് ഇക്വേറ്റ് ചെയ്യാം ഫോറിയർ സീരീസിനകത്ത്. ഫോറിയർ സീരീസിൻ്റെ ഫോമുല അപ്പോൾ എങ്ങനെ വരും, f(x) is equal to a0/2
plus summation n equal to 1 to infinity an into cos n pi by m. ന്റെ സ്ഥാനത്ത് l കൊടുത്തു, അങ്ങനെ x എഴുതി. പ്ലസ് സമ്മേഷൻ n equal to 1 to infinity bn into സൈൻ, നോക്കിക്കേ നമ്മുടെ ജനറൽ ഫോമുല ഇതാണ്, അതിൽ എമ്മിൻ്റെ സ്ഥാനത്ത് എൽ കൊടുത്തിട്ടാണ് ഈ ഫോമുല എഴുതണം കേട്ടോ. ബി എൻ ഇൻറ്റു സൈൻ എൻ പൈ ബൈ എൽ എക്സ്. ഇനി എ നോട്ട് ഫൈൻഡ് ചെയ്യേണ്ട ഫോമുല എന്താ? 1/m ഇൻറ്റു ഇൻറ്റഗ്രൽ സി ടു സി പ്ലസ് 2m എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ ആ ഫോമുല എഴുതുമ്പോൾ എ നോട്ട് ഇസ് ഈക്വൽ ടു 1/m ഇൻറ്റു ഇൻറ്റഗ്രൽ സി ടു സി പ്ലസ് 2m എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, എം എന്ന് പറഞ്ഞാൽ എൽ ആയത് കാരണം ഇത് 1/l ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to 2l. ഇവിടുത്തെ ഇൻ്റർവൽ 0 to 2l ആയതുകൊണ്ട് 0 to 2l എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ റൈസ് ടു എക്സ് ഡി എക്സ് ആണ്. ഇ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ കുഞ്ഞുങ്ങളെ? ഇ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് തന്നെയാണ്. ലിമിറ്റ് ഈസ് ഫ്രം 0 to 2l. ലിമിറ്റ് കൊടുക്കട്ടെ. 1/l ഇൻറ്റു അപ്പർ ലിമിറ്റ് ഇ റൈസ് ടു 2l മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് ഇ റൈസ് ടു 0. ഇ റൈസ് ടു 0 1 ആണ്, അതുകൊണ്ടാണ് ഞാനിവിടെ 1 എഴുതിയത്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എഴുതുമ്പോൾ എന്താ? ലോവർ ലിമിറ്റ് ഇ റൈസ് ടു 0 ആണ്, ഇവിടുത്തെ ഇ റൈസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. സോ അവിടെ നമ്മൾ 1 എന്ന് എഴുതി. ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ എ നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ്റഗ്രേഷൻ അറിയാത്തവർ ആ ഫോമുലയുടെ മാർക്കെങ്കിലും മേടിക്കണം കേട്ടോ. ഇവിടെ അതായത് ഫൊറിയർ സീരീസ് എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഫോമുലയുടെ മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ മാക്സിമം നോക്കണം. ഞാൻ ഈ പറഞ്ഞ ഫോമുല മാത്രമേ എക്സാമിന് ഉണ്ടാവത്തുള്ളൂ, ഇതിനപ്പുറം വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവത്തില്ല. ഇനി നമുക്ക് എ എൻ ഫൈൻഡ് ചെയ്യാം. എ എൻ ഇസ് ഈക്വൽ ടു ഫോമുല എന്തുവാ? 1/m ഇൻറ്റു ഇൻറ്റഗ്രൽ സി ടു സി പ്ലസ് 2m എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ പൈ ബൈ എം എക്സ് ഡി എക്സ്. എമ്മിൻ്റെ സ്ഥാനത്ത് എൽ കൊടുക്കും. ഈ ഫോമിൽ എങ്ങനെയാവും? 1/l ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to 2l എഫ് ഓഫ് എക്സ് എന്താ? ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് എൻ പൈ ബൈ എൽ എക്സ് ഡി എക്സ്. ഇവിടെ നമ്മളൊരു ഫോമുല പഠിച്ചു. എന്തുവാ ഫോമുല? ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ യു വി മെത്തേഡ് വേണ്ട. അതിനാണ് ഞാൻ നിങ്ങൾക്കൊരു ഫോമുല ആദ്യമേ പറഞ്ഞത്. എന്തായിരുന്നു ആ ഫോമുല എന്ന് പറയുന്നത്? ഈ ഫോമുല പറഞ്ഞെന്ന് ഓർക്കുന്നുണ്ടോ? ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് ഡി എക്സ് എന്ന് വന്നാൽ ഇ റൈസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ്. അപ്പോൾ ആ ഫോമുല എന്തായിരുന്നു? ഫോമുല ഇൻ്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് എന്ന് വന്നാൽ ഇ റൈസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ പി എക്സ്. ഈ ഫോമുല നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. നേരത്തെ ഞാൻ എഴുതുന്ന ഫോമുല. അപ്പോൾ ആ ഫോമുല ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ദിസ് ഇസ് ഈക്വൽ ടു 1/l ഇൻറ്റു, ശ്രദ്ധിക്കുക ഇവിടുത്തെ എ എന്ന് പറയുന്നത് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്, അതായത് 1 ആണ്. ബി എന്ന് പറയുന്ന സ്ഥാനത്ത് ഇവിടെ എന്താ ഉള്ളത്? എൻ പൈ ബൈ എൽ. അപ്പോൾ ഈ ഫോമുലയെ കൊടുക്കുമ്പോൾ ഇ റൈസ് ടു എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ദറ്റ് ഈസ് 1 പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പം എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ ഇൻറ്റു നോക്കിക്കൊള്ളേ എ കോസ് ബി എക്സ്. എ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു കോസ് എൻ പൈ ബൈ എൽ എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ്. ബി എന്ന് പറയുന്നത് ഇവിടെ എന്തുവാണ്? എൻ പൈ ബൈ എൽ ഇൻറ്റു സൈൻ എൻ പൈ ബൈ എൽ എക്സ്. ലിമിറ്റ് ഈസ് ഫ്രം 0 to 2l. ലിമിറ്റ് അപ്ലൈ ചെയ്യുവാണേ. ദറ്റ് ഈസ് ഈക്വൽ ടു 1/l ഇൻറ്റു, വേണമെങ്കിൽ നമുക്കിതിനെ ഒന്ന് എൽ സി എടുത്താൽ ഇ റൈസ് ടു എക്സ് ബൈ എൽ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ എന്നാവും. ലിമിറ്റ് ഇനി അപ്ലൈ ആണ്. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നോക്കിയാൽ അപ്പർ ലിമിറ്റ് ഇ റൈസ് ടു 2l. സോ ഇത് ഇ റൈസ് ടു എക്സ് എന്നുള്ളത് ഇ റൈസ് ടു 2l എന്നാവും. ഇവിടെ കൊടുക്കുമ്പോഴോ കോസ് എൻ പൈ ബൈ എൽ ഉണ്ട്, എക്സിൻ്റെ സ്ഥാനത്ത് വരേണ്ടത് 2l ആണ്. അപ്പോൾ എൽ ക്യാൻസൽ ആകുമ്പോൾ കോസ് 2n പൈ വരും. കോസിൻ്റെ കൂടെ ഈവൻ നമ്പർ വന്നാൽ അത് എപ്പോഴും എന്താണ്? 1 ആണ്. പ്ലസ് അടുത്തതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ സൈൻ എൻ പൈ ബൈ എൽ ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് 2l. സൈനിൻ്റെ കൂടെ എൻ പൈ വന്നാലേ 0. സോ ആ ടേം എന്തായിപ്പോയി? 0 ആയിപ്പോയി. മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് കൊടുക്കട്ടെ. ഇത് അപ്പർ ലിമിറ്റ് ഇപ്പോൾ കഴിഞ്ഞത്. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് ഇ റൈസ് ടു 0. ഇ റൈസ് ടു 0 എന്തുവാ? 1. സോ 1 ബൈ അവിടെ എൽ സി എടുക്കുമ്പം എൽ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ എന്ന് വന്നു. ഇനി കോസ് 0 എന്തുവാണ്? കോസ് 0 1 ആണ്. സൈൻ 0 0 ആണ്. കഴിഞ്ഞു. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. രണ്ടിടത്തും 1/l സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ കോൺസ്റ്റൻ്റ് അല്ലേ? അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? 1/l ഇൻറ്റു എൽ സ്ക്വയർ ബൈ എൽ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ. ഞാനതങ്ങനെ അങ്ങ് പുറത്തേക്ക് എടുത്തു. ഇനി ഇവിടെ ബാക്കിയുള്ളത് എന്താ? ഒരു ഇ റൈസ് ടു എൽ ഉണ്ട്, -1 ഉണ്ട്. നോക്കിയാൽ ഈ -1 ഈ ടേം രണ്ടും ഞാനങ്ങ് പുറത്തേക്ക് എടുത്തതാണ്. എല്ലും എൽ സ്ക്വയറും കൂടെ ക്യാൻസലായി പോകുമ്പം എ എൻ ഇസ് ഈക്വൽ ടു എൽ ബൈ എൽ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ഇ റൈസ് ടു എൽ -1. എ എന്നിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. ഓക്കെ, ഇതേപോലെ എന്തുകൂടെ ഇനി ഫൈൻഡ് ചെയ്യണം? നമുക്ക് ബി എന്നിൻ്റെ ഫോമുല ഇവിടെ ഫൈൻഡ് ചെയ്യണം.
bn ഫൈൻഡ് ചെയ്യുമ്പോൾ ഫോർമുല എന്തുവാണ്? bn is equal to 1/m into integral c to c plus 2m f of x into sin n pi by mx dx. എമ്മിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? l കൊടുക്കണം. അപ്പോൾ ഇതെങ്ങനെ വരും? 1/l into integral 0 to 2l f of x എന്ന് പറഞ്ഞാൽ e raised to x into sin n pi by lx dx. ഇത് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഫോർമുല വേണം? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് e raised to ax into sin bx is equal to e raised to ax by a square plus b square into a sin bx minus b cos bx. അപ്പോൾ ഈ ഫോർമുല നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഏതാ ഫോർമുല? ഇൻറ്റഗ്രൽ e raised to ax into sin bx എന്ന് വന്നാൽ e raised to ax by a square plus b square into a sin bx minus b cos bx. ഇത് ഫോർമുലയാണ്, ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫോർമുല എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ ഞാൻ ഈ പ്രോബ്ലം 0 to 2l എന്ന ലിമിറ്റിൽ തന്നതുപോലെ ഇതേ ക്വസ്റ്റ്യൻ തന്നെ 0 to 2π എന്നുള്ള ലിമിറ്റിൽ എക്സാമിന് ചോദിക്കാം. അത് കുറച്ചുകൂടി ഈസിയാണ് ചെയ്യാൻ, കാരണം ഇവിടെ sin nx എന്നേ വരത്തുള്ളൂ. അപ്പോൾ അതിനേക്കാളും പ്രയാസമുള്ള ക്വസ്റ്റ്യൻ ഞാനിവിടെ ചെയ്യുന്നത് 0 to 2π നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക കേട്ടോ. കാരണം e raised to x മിക്ക പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇവിടെ ഈ ക്വസ്റ്റ്യനകത്ത് എ എന്ന് പറയുന്നത് എന്താ? e raised to x എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ബി എന്ന് പറയുന്നത് n pi by ly. ഇനി നമുക്ക് ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ദിസ് ഇസ് ഈക്വൽ ടു 1/l into e raised to x by a square plus b square എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ പറയുന്നത്? 1 square plus n square pi square by l square. a into sin bx, that is 1 into sin n pi by lx minus b into, that is n pi by l into cos n pi by lx. കഴിഞ്ഞു. ലിമിറ്റ് ഈസ് ഫ്രം 0 to 2l. ലിമിറ്റ് അപ്ലൈ ആവും. ദറ്റ് ഈസ് ഈക്വൽ ടു 1/l into ഈ ഡിനോമിനേറ്ററിലുള്ളത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, നമുക്കതിനെ വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. ആദ്യമേ ഞാനങ്ങ് പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുക്കുമ്പോൾ 1/LCM കൂടി എടുക്കുവാണ്. l square plus n square pi square by l square. ഓക്കെ, ഇനി ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവാം. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പം e raised to 2l into ബ്രാക്കറ്റിനകത്ത് നോക്കിക്കേ sin n pi by l into എക്സിൻ്റെ സ്ഥാനത്ത് എന്താ വരേണ്ടത്? എക്സിൻ്റെ സ്ഥാനത്ത് 2l വരും. അപ്പോൾ l പോകുമ്പോൾ sin 2n pi എന്താ? 0. സോ ആദ്യത്തെ ടേം 0 മൈനസ് n pi by l into നോക്കിക്കേ cos n pi by l into എല്ലിൻ്റെ സ്ഥാനത്ത് 2l, l ക്യാൻസൽ ആകുമ്പോൾ cos 2n pi which is equal to 1. 0 എന്ന് പറഞ്ഞാൽ 1 ആണ് ഇൻറ്റു സൈൻ 0 0 ആണ് മൈനസ് n pi by l ഇൻറ്റു cos 0. cos 0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 1 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു നോക്കിക്കേ രണ്ടിടത്ത് എന്ത് കോമൺ ഉണ്ട്? n pi by l കോമൺ ഉണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ അതേ സമയത്ത് ഇവിടെ 1/l ഇൻറ്റു ഡിനോമിനേറ്ററിലെ ഫ്രാക്ഷനെ റെസിപ്രോക്കൽ എഴുതുമ്പം l square by l square plus n square pi square ഇൻറ്റു n pi by l പുറത്തേക്ക് എടുത്തു. ബ്രാക്കറ്റിനകത്ത് മൈനസ് ഓഫ് e raised to 2l പ്ലസ് 1 എന്ന് വന്നു. ഓക്കെ, ഇനി നോക്കിക്കാൻ എന്തൊക്കെ ക്യാൻസലായി പോകും? എല്ലും ഈ ഒരു l സ്ക്വയറും ക്യാൻസലായി പോയി. ബാക്കി ഇനി എന്താ ഉള്ളത്? ദിസ് ഇസ് ഈക്വൽ ടു pn is equal to n pi by l square plus n square pi square into 1 minus e raised to 2l എന്ന് വന്നു. Therefore, Fourier series is f of x is equal to a0 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? a0 is equal to 1/l into e raised to 2l minus 1 എന്നാണ് കിട്ടിയത്. അപ്പോൾ 1/l into e raised to 2l minus 1 the whole by 2 plus summation n equal to 1 to infinity an എന്ന് പറയുന്നത് എന്താണ്? l by l square plus n square pi square into e raised to l minus 1. അപ്പോൾ l ഇൻറ്റു e raised to l minus 1 by l square plus n square pi square ഇൻറ്റു cos n pi by lx പ്ലസ് സമ്മേഷൻ n equal to 1 to infinity bn എന്ന് പറഞ്ഞ് കിട്ടിയത് എന്താ? bn എന്ന് പറഞ്ഞ് കിട്ടിയത് n pi by l square plus n square pi square into 1 minus e raised to 2l into sin n pi by lx. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. അപ്പം നോക്കി നമ്മുടെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 7 മാർക്കിനോ 8 മാർക്കിനോ എന്തോ ചോദിക്കട്ടെ, നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന എന്താ? ഫോറിയർ സീരീസിൻ്റെ ഫോമുല എഴുതുന്നതിന് നമുക്കൊരു മാർക്ക് കിട്ടും. എൻ്റെ ആൻസർ എന്തായാലും ഫൈൻഡ് ചെയ്യാൻ പറ്റും. ചെറിയൊരു ഇൻറ്റഗ്രേഷൻ ആയിരിക്കും. അപ്പോൾ അവിടെ എങ്ങനെ കിട്ടുകയാണെങ്കിൽ ഒരു മാർക്ക്, ഇല്ലാന്നുണ്ടെങ്കിൽ a0ൻ്റെ ഫോമുല കറക്റ്റ് ആയാലും ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കറക്റ്റ് ആകുമ്പോൾ ഇവിടെ ഒരു മാർക്ക് കിട്ടും. ലാസ്റ്റ് ആൻസർ പോകണമെങ്കിൽ പോയിക്കോട്ടെ.
ഇതേപോലെ ബിഎനിൻ്റെ ഫോമുല കറക്റ്റായി ഈ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ഒന്ന് കറക്റ്റായി വരികയാണെങ്കിൽ ആ ഒരു മാർക്ക് നമുക്ക് കിട്ടും. ഈ ഫോമുലയിലെ സബ്സ്റ്റിറ്റ്യൂഷൻ കറക്റ്റായി ഈ സ്റ്റെപ്പ് വരുമ്പോൾ. അപ്പോൾ നമുക്കിത് 7 മാർക്കിനായാലും 5 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയാലും നമുക്ക് 3 മാർക്ക് ഇവിടെ ഷുവറായിട്ട് കിട്ടും. അപ്പോൾ ഫൊറിയർ സീരീസിൽ മിനിമം 3 മാർക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെ ഫോമുല എഴുതാൻ പഠിക്കണം. ഫോമുല എഴുതി അപ്പോൾ അതിനാണ് ഞാൻ ഈ ഫോമുല ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് പറഞ്ഞത്. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ തെറ്റിപ്പോയാലും നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റൻ ഫൊറിയർ സീരീസ് പഠിക്കാതിരുന്ന 5 മാർക്കും പോകും. പക്ഷെ നമ്മളൊന്ന് പഠിച്ചു വെച്ചാലോ, ഈ ഫോമുലയൊന്ന് നോക്കി വെച്ച് ഇതുപോലെ 2-3 സ്റ്റെപ്പ് എഴുതാൻ നോക്കി വെച്ചാലോ നമുക്ക് മിനിമം 3 മാർക്ക് കിട്ടേ. അപ്പോൾ നമുക്ക് 45 എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല.